ഗംഭീരമായ ഒരു ചടങ്ങിനാണ് ഫെബ്രുവരി 22-ന് തിരുവനന്തപുരത്തെ തൈക്കാടുള്ള ഭാരത് ഭവൻ സാക്ഷ്യം വഹിച്ചത്. സോളാർട്ട് ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ അക്കാഡമിയുടെ ഈ വർഷത്തെ സാംസ്കാരികോത്സവത്തിന് തുടക്കമാണ് അവിടെ അരങ്ങേറിയത്. ഏതൊരു ചടങ്ങിൻ്റെയും വിജയത്തിനു പിന്നിൽ അതിനു പുറകിൽ പ്രവർത്തിക്കുന്നവരുടെ ആശ്രാന്ത പരിശ്രമം കാണും. പരിപാടിയുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനായി ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും പലതവണ ഒത്തുകൂടിയിരുന്നു. ഓരോ അംഗങ്ങളും അവരവരുടെ ചുമതലകൾ കൃത്യതയോടെ ചെയ്തു എന്നതാണ് ഈ വിജയത്തിന് പിന്നിൽ. ശ്രീ പണ്ഡിറ്റ് രമേശ് നാരായൺ ചെയർമാനും ശ്രീ ടി.പി. ശാസ്തമംഗലം വൈസ് ചെയർമാനും ശ്രീ വയലാർ മാധവൻകുട്ടി ജനറൽ സെക്രട്ടറിയും ആയിട്ടുള്ള ഈ സംഘടന കഴിഞ്ഞ വർഷം അതിഗംഭീരമായ ചടങ്ങാണ് തൈക്കാട് ഗണേശത്തിൽ നടത്തിയത്. അതിലും പങ്കെടുത്തിരുന്ന മന്ത്രി ചിഞ്ചു റാണിയാണ് ഇത്തവണ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ആടുജീവിതം യഥാർത്ഥത്തിൽ അനുഭവിച്ച നജീബിനെ കഴിഞ്ഞ തവണ സോളാർട്ട് ആദരിച്ചു എന്നത് വളരെ ഉചിതമായിരുന്നു എന്ന് ഇത്തവണ മന്ത്രി എടുത്തു പറയുകയുണ്ടായി. ഇത്തവണ ബഹുമുഖ പ്രതിഭയായ കുമാരി കൺമണിയെ ആദരിച്ചു എന്നതായിരുന്നു ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. വളരെ മനോഹരമായി പാടിയ പാട്ട് സദസ്സിൻ്റെ കയ്യടി നേടിയതിൽ അതിശയിക്കാനില്ല. കാൽ കൊണ്ട് വരച്ച കൺമണിയുടെ ചിത്രങ്ങളും പോട്ട് പെയിൻറ്റിങ്ങും എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. മുഖ്യാതിഥികൾ ആയ ശ്രീമതി ഭാഗ്യലക്ഷ്മിയും ശ്രീമതി വിന്ദുജ മേനോനും സോളാർട്ടിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കി. തുടർന്ന് സ്കൂൾ യുവജനോത്സവത്തിൽ മികച്ച പ്രകടനം നടത്തിയ കുട്ടികളുടെ സംഗീത വിരുന്നായിരുന്നു. പ്രസിദ്ധ ഗായികയായ ലതാ റാണിയും പാട്ടുകൾ പാടി സദസ്സിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ശേഷം 15ഓളം കവികൾ പങ്കെടുത്ത സാഹിതി സംഗമം വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ട് എന്നത് എത്ര സത്യമാണ് എന്ന് തോന്നി പലരുടെയും കവിതകൾ കേട്ടപ്പോൾ. സമൂഹത്തിലെ പല അനീതികളെയും ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു ചിലരുടെ കവിതകൾ. അതോടെ പരിപാടികൾ അവസാനിച്ചു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നന്ദി.